നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. കഴിഞ്ഞ ദിവസം ടൈസറിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിന്റെ പ്രൈസ്, വേരിയൻസ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. അതായത് ഒരുപാട് വേരിയൻസ് ഉണ്ട്. അതായത് ഇ വരുന്നുണ്ട്, എസ് വരുന്നുണ്ട്, എസ് പ്ലസ് വരുന്നുണ്ട്, ജി വരുന്നുണ്ട്, വി വരുന്നുണ്ട്. ഈ ഒരു വേരിയന്റിൽ ഏത് വേരിയന്റ് എടുക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും ബെനിഫിറ്റ് ആകുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയ്ക്ക് പറയാൻ പോകുന്നത്. വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളും ഞാൻ എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ള് കണ്ടു നോക്കാം, നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഏത് വേരിയന്റ് എടുക്കുന്നതാണ് നിങ്ങൾക്ക് ലാഭം എന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എം ജി എക്സ്പ്ലോർ. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഒരു ചെറിയ കാര്യം പറഞ്ഞു പോട്ടെ. ഇതിനകത്ത് നമുക്ക് എയർ ബാഗ് വരുന്നുണ്ടെങ്കിൽ 2 എയർ ബാഗ് ആണ് മിക്ക വേരിയൻസിലും വരുന്നത്. ഏറ്റവും ടോപ്പ് വേരിയന്റും അതിന്റെ തൊട്ട് താഴെയുള്ള വേരിയന്റ് മാത്രമാണ് 6 എയർ ബാഗ്സ് വരുന്നത്. പക്ഷേ മാൻഡേറ്ററി ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ എൻ്റെ ഒരു സജഷനാണ് എല്ലാ വേരിയൻസിനും 6 എയർ ബാഗ് വരുന്നത് നല്ലതായിരിക്കും എന്നൊരു സജഷൻ എനിക്ക് പറയാനുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമ്മുടെ ഈ വേരിയന്റിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ വേരിയന്റിൽ വരുന്ന ഈ വേരിയന്റ് തന്നെ 2 ടൈപ്പാണുള്ളത്. മാനുവൽ ട്രാൻസ്മിഷൻ ഉണ്ട്, CNG ഉണ്ട്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇത് രണ്ടിനും കോമൺ ആണ് വരുന്നത്. ഹാലജൻ പ്രൊജക്ടർ ലൈറ്റ് ആണ് വരുന്നത്. അതായത് LED അല്ല, ഹാലജൻ പ്രൊജക്ടർ ലൈറ്റ് നമുക്ക് ബൾബ് മാറ്റാൻ സാധിക്കും, എളുപ്പമാണ്. സ്റ്റീൽ വീൽ വിത്ത് കവർ ആണ് വരുന്നത്. അതായത് സ്റ്റീൽ വീൽ ആണ് വരുന്നത്, വിത്ത് വീൽ കവർ ആണ് കിട്ടുന്നത്. റൂഫ് ആൻഡ് സ്പോയിലർ നമുക്കിവിടെ അവൈലബിൾ ആണ്. കിഡ് പ്ലേറ്റ് ഫ്രണ്ടിലും ബാക്കിലും വരുന്നുണ്ട്. റൂഫ് ഗാർണിഷും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഡ്യുവൽ ടോൺ ഇന്റീരിയേഴ്സ് ആണ്. അതായത് ഇന്റീരിയർ സെയിം ആണ് എല്ലാ വേരിയൻസിലും നമുക്ക് കിട്ടുന്നത്. പ്രീമിയം ഫാബ്രിക് സീറ്റ് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ്, സെയിം തന്നെയാണ് എല്ലാ വേരിയൻസിനും. വെഹിക്കിൾ സ്റ്റെബിലിറ്റി കൺട്രോൾ VSC നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഹിൽ ഹോൾഡ് അസിസ്റ്റ് വരുന്നുണ്ട്, നല്ലൊരു കാര്യം. ബേസ് വേരിയന്റിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ്. റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വിത്ത് ഇൻഫോഗ്രാഫിക് ഡിസ്പ്ലേ നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് റിവേഴ്സ് എടുക്കുന്തോറും അതിന്റെ ഓരോ മാർക്കിംഗ് വളരെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. ABS വിത്ത് EBD നമുക്കിവിടെ കിട്ടുന്നുണ്ട്. റിയർ ഡീഫോക്കസ് കിട്ടുന്നുണ്ട്, ഇലക്ട്രിക്കലാണ്. റിയർ സീറ്റ് 60-40 സ്പ്ലിറ്റ് ആണ് കിട്ടുന്നത്. അഡ്ജസ്റ്റബിൾ സീറ്റ് വിത്ത് ഹെഡ് റെസ്റ്റ് കിട്ടുന്നുണ്ട്. അത് ഫ്രണ്ടിലാണെങ്കിലും ബാക്കിലാണെങ്കിലും നമുക്ക് കിട്ടുന്നുണ്ട്. ഓൾ ഡോർ പവർ വിൻഡോയും കിട്ടുന്നുണ്ട്. ഡ്രൈവർ സൈഡിലെ പവർ വിൻഡോ നമുക്ക് ഓട്ടോ അപ്പ് ആൻഡ് ഓട്ടോ ഡൗൺ ഫീച്ചർ കിട്ടുന്നുണ്ട്. അത് വിത്ത് ആന്റി പിഞ്ചിങ് ഫീച്ചറും വരുന്നുണ്ട്. അതായത് കൈ വല്ല ഇടയ്ക്കോട്ട് വന്നാലും ഒരു ലോഡ് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക് അത് ഓപ്പൺ ആകുന്നതായിരിക്കും. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പൊ അതായത് ബേസ് വേരിയന്റ് തൊട്ട് എല്ലാത്തിനും ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ ആണ്. ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റർ കിട്ടുന്നുണ്ട്. അത് മാനുവൽ ട്രാൻസ്മിഷന് നമുക്ക് ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റർ കിട്ടുന്നുണ്ട്. ഷാർക്ക് ഫിൻ ആന്റിനെയും വരുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊരു ഈ വേരിയന്റ് അഥവാ ബേസ് വേരിയന്റിൽ കിട്ടുന്നത്. ഇനി ഇതിന്റെ പ്രൈസ് ഒന്ന് നോക്കിയാലോ. 9,28,572 രൂപയാണ് ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ CNG വേരിയന്റ് പ്രൈസും കൂടെ നമുക്കൊന്ന് നോക്കിയാലോ. 10,42,729 രൂപയാണ് ഇതിന്റെ CNG വേരിയന്റ് വരുന്നത്. അപ്പൊ CNGയും ഈ പറയുന്ന ഒരു പെട്രോൾ വേരിയന്റും തമ്മിലുള്ള വ്യത്യാസം നോക്കുകയാണെങ്കിൽ 1,14,157 രൂപയുടെ വ്യത്യാസമാണ് ഒരു CNGയും ഒരു പെട്രോളും ഇത് ബേസ് വേരിയന്റിന്റെ വരുന്നത്. ഇനി നമുക്ക് അടുത്ത വേരിയന്റ്, അതായത് സെക്കൻഡ് വേരിയന്റ് ആയിട്ടുള്ള S വേരിയന്റിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വരുന്നത് എന്നുള്ളത് നോക്കാം. ബോഡി കളേർഡ് ORVM വിത്ത് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കിട്ടുന്നുണ്ട്. അതായത് മിറർ നമുക്ക് ടേൺ ഇൻഡിക്കേറ്റേഴ്സും കിട്ടുന്നുണ്ട്, കവറും വരുന്നുണ്ട്. റിയർ പാർസൽ ട്രേ അവൈലബിൾ ആണ്. 7 ഇഞ്ചിന്റെ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം കിട്ടുന്നുണ്ട്. അതായത് നമുക്ക് ബേസ് വേരിയന്റിൽ സ്റ്റീരിയോ ഇല്ല, സെക്കൻഡ് വേരിയന്റ് തൊട്ടാണ് നമുക്ക് സ്റ്റീരിയോ കിട്ടുന്നത്. അതായത് 7 ഇഞ്ചിന്റെ ഒരു ഇൻഫർടൈൻമെന്റ് സിസ്റ്റം ആണ് കിട്ടുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. വയർലെസ് അല്ല, വയർഡ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. 4 സ്പീക്കേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ORVMs ആണ് കിട്ടുന്നത്. റൈറ്റും ലെഫ്റ്റും മിറേഴ്സും നമുക്ക് അകത്തിരുന്ന് തന്നെ ഇലക്ട്രിക്കലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇലക്ട്രിക്കലി ഫോൾഡബിളും അവൈലബിൾ ആണ്. അതായത് സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോൾഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കിട്ടുന്നുണ്ട്. സ്റ്റിയറിംഗ് വീലിലെ കൺട്രോൾസ് എല്ലാം മൗണ്ട് ചെയ്ത് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഒരു S വേരിയന്റിൽ നമുക്ക് കിട്ടുന്നത്. S വേരിയന്റിന്റെ പ്രൈസ് ഒന്ന് നോക്കിയാലോ. 10,28,408 രൂപയാണ് ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. മാനുവൽ ട്രാൻസ്മിഷന്റെ ആണ് ഞാനിപ്പോൾ പറഞ്ഞു. ഇനി AMT വേരിയന്റ്, അതായത് ഓട്ടോമേറ്റഡ് മാനുവൽ ട്രാൻസ്മിഷന്റെ പ്രൈസ് വരുന്നത് നോക്കിയാലോ. 10,90,730 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അപ്പൊ വ്യത്യാസം വരുമ്പോൾ ഏകദേശം ഒരു 63,000 രൂപയുടെ വ്യത്യാസമാണ് മാനുവൽ ട്രാൻസ്മിഷൻ ഒരു AMT ട്രാൻസ്മിഷൻ തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്. ഇനി നമുക്കൊരു S പ്ലസ് എന്ന് പറയുന്ന ഒരു വേരിയന്റിന്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. LED മൾട്ടി റിഫ്ലക്ടർ ടൈപ്പ് ആണ് വരുന്നത്. അതായത് LED വേരിയന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന S പ്ലസ് എന്ന് പറയുന്ന ഒരു വേരിയന്റ് തൊട്ടാണ്. ഓട്ടോ ഹെഡ്ലൈറ്റ് വിത്ത് ഫോളോ മീ ടു ഹോം ഫീച്ചറും കൂടെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പെയിന്റഡ് അലോയ് വീൽസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ട് ഒരു S പ്ലസ് എന്ന് പറയുന്ന ഒരു വേരിയന്റിനകത്ത് എടുത്തു പറയാൻ സാധിക്കുന്നത്. AMT ആണെങ്കിൽ ഒരു മാനുവൽ ട്രാൻസ്മിഷൻ ആണെങ്കിൽ വരുന്ന വ്യത്യാസങ്ങൾ ഇത്രയാണ്. ഇനി ഇതിന്റെ പ്രൈസ് ഒന്ന് നോക്കിയാലോ. 10,74,844 രൂപയാണ് ഒരു S പ്ലസ് വേരിയന്റ് വരുന്ന സമയത്ത് നമുക്കവിടെ മാറ്റം വരുന്നത്. അതായത് നമുക്ക് ഈ പറഞ്ഞ പോലെ LEDയും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് മെയിനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന മാറ്റങ്ങൾ വരുന്നത്.
ഇനി ഇതിന്റെ തന്നെ ഒരു AMT വേരിയന്റ് പ്രൈസ് നോക്കിയാലോ. 11,37,165 രൂപയാണ് ഇതിന്റെ ഒരു AMT പ്രൈസ് വരുന്നത്. AMTയും ഈ മാനുവൽ ട്രാൻസ്മിഷൻ തമ്മിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു 63 രൂപ റേഞ്ചിന്റെ വ്യത്യാസമാണ് നമുക്കിവിടെ ഉണ്ടായിരിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയത്, ഈ വേരിയന്റും ഒരു എസ് വേരിയന്റും തമ്മിലുള്ള വ്യത്യാസം നോക്കാനാണെന്നുണ്ടെങ്കിൽ 99,836 രൂപ, അതായത് കൃത്യം പറയാനാണെങ്കിൽ 1 ലക്ഷം രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട് ഒരു ബേസ് വേരിയന്റും ഒരു സെക്കൻഡ് വേരിയന്റും തമ്മിൽ. പക്ഷേ സെക്കൻഡ് വേരിയന്റ് കുറച്ചേറെ ഓപ്ഷൻസ് ഉണ്ട്. കാരണം ഈ പറയുന്ന ഒരു ഇൻഫർടൈൻമെന്റ് സിസ്റ്റം പോലും അല്ലെങ്കിൽ ഒരു സ്റ്റീരിയോ പോലും ഇല്ലാത്തൊരു വാഹനം ആര് മേടിക്കും ഇന്നത്തെ കാലത്ത് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, വോട്ട് എവർ ഇറ്റ് ഈസ്, അത് പോട്ടെ. എസ് കഴിഞ്ഞു, S+ കഴിഞ്ഞു. ഇനി അടുത്ത് വരുന്ന G എന്ന് പറയുന്ന വേരിയന്റ് ആണ്. അപ്പൊ ജിയിൽ എന്തൊക്കെയാണ് വരുന്നത് നമുക്ക് നോക്കാം. പക്ഷെ G ഇതിനകത്തൊരു ഒരു കുഴപ്പിക്കുന്ന ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ, G വേരിയന്റിൽ വരുന്ന 1 ലിറ്റർ എഞ്ചിൻ മാത്രമേ ഉള്ളൂ. 1 ലിറ്റർ ടെർബോ ആണ് വരുന്നത്. അതിപ്പോൾ G ആണെങ്കിലും V എന്ന് പറയുന്ന ഏറ്റവും ടോപ്പ് വേരിയന്റ് ആണെങ്കിലും വരുന്ന 2 എഞ്ചിൻസ് അല്ല, ഒരു ഒറ്റ എഞ്ചിൻ മാത്രം വരുന്നുള്ളൂ. ഈ ഒരു എഞ്ചിൻ തന്നെ 2 ഗിയർ ബോക്സ് വരുന്നുണ്ട്. ഒന്ന് മാനുവൽ ട്രാൻസ്മിഷൻ വരുന്നുണ്ട്, AT ട്രാൻസ്മിഷൻ ഓട്ടോമാറ്റിക് മാത്രം വരുന്നുള്ളൂ, അല്ലാതെ AMT നമുക്ക് ഇവിടെ അവൈലബിൾ അല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടിന്റെ വേരിയൻസ് ഒന്ന് നോക്കാം. ഈ G വേരിയന്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. റിയർ വൈപ്പർ വിത്ത് വാഷർ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ക്രോം പ്ലേറ്റഡ് ഡോർ ഹാൻഡിൽസ് ഇവിടെ കിട്ടുന്നുണ്ട്. റിയർ വ്യൂ ക്യാമറ സ്റ്റാർട്ട് ചെയ്യുന്നത് G വേരിയന്റ് തൊട്ടാണ്. കർട്ടൻ എയർ ബാഗ്സ്. അപ്പൊ ഇതിനകത്തൊരു ഡ്രോബാക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2 എയർ ബാഗ് വെച്ച് മാത്രം ഇതിന്റെ മുമ്പുള്ള മോഡൽസിൽ, അതായത് S+ വരെ 2 എയർ ബാഗ്സ് മാത്രം വരുന്നുള്ളൂ. അതിനുശേഷമുള്ള വേരിയൻസ് തൊട്ടാണ് ഇതിന് 6 എയർ ബാഗ് കിട്ടി തുടങ്ങുന്നത്. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു പോരായ്മ പറയുന്നുണ്ട്. അതുകൊണ്ട് ക്ലിയർ ആക്കുകയാണെങ്കിൽ നല്ലൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. 2 ട്യൂട്ടേഴ്സ് വരുന്നുണ്ട് ഈ ഒരു വേരിയന്റിൽ. പാഡിൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട് AT വേരിയന്റിന് മാത്രം. സ്റ്റിയറിംഗ് ടിൽറ്റ് വരുന്നുണ്ട്, ടിൽറ്റ് പ്ലസ് ടെലിസ്കോപ്പിക് വരുന്നുണ്ട്. ബാക്കിയുള്ള എല്ലാത്തിനും ടിൽറ്റ് അവൈലബിൾ ആണ്. ഇതിന് പക്ഷേ ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിംഗ് കൂടെ അവൈലബിൾ ആണ്. എഞ്ചിൻ പുഷ് സ്റ്റാർട്ട് ഫംഗ്ഷൻ വരുന്നുണ്ട് ഈ ഒരു വേരിയന്റ് തൊട്ട്. ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഫ്രണ്ട് സെന്റർ ആംറസ്റ്റ് വരുന്നുണ്ട് വിത്ത് സ്റ്റോറേജ് ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. റിയർ AC വെന്റ് കിട്ടുന്നുണ്ട്. ഫാസ്റ്റ് USB ചാർജിങ് അവൈലബിൾ ആണ്. A ടൈപ്പും C ടൈപ്പ്, അത് ഫ്രണ്ടിലും ബാക്കിലും ആയിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഫ്രണ്ട് ഫുട്വെൽ ലൈറ്റ് അവൈലബിൾ ആണ്. അതായത് നമ്മൾ കയറി വരുന്ന സമയത്ത് ഫ്രണ്ടിൽ നമുക്ക് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതായത് അകത്ത് കയറുന്ന സമയത്ത് താഴത്തെ ഫുട്ട് ഏരിയ കാണാൻ വേണ്ടിയുള്ള ലൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ടൊയോട്ട ഐ കണക്ട് എന്ന് പറയുന്ന ഒരു ഫീച്ചർ അവൈലബിൾ ആണ്. ആ ഫീച്ചർ വഴി ഒരുപാട് കാര്യങ്ങൾ, ഡിസ്റ്റൻസ് ടു MT, എത്ര ഫ്യൂൽ ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒരു G എന്ന് പറയുന്ന ഒരു വേരിയന്റിൽ വരുന്നത്. ജിയുടെ പ്രൈസും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാലോ. 12,90,547 രൂപയാണ് ഒരു മാനുവൽ ട്രാൻസ്മിഷന് വരുന്നത്. അതായത് G വേരിയന്റിൽ മാനുവൽ ട്രാൻസ്മിഷനിൽ വരുന്നത്. അതേ സ്ഥാനത്ത് ഒരു AT വേരിയന്റ് ആണെന്നുണ്ടെങ്കിൽ പ്രൈസ് വരുന്നത് 14,59,369 രൂപയാണ് ഒരു AT വേരിയന്റ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു പ്രൈസ് റേഞ്ചിങ്ങിന്റെ വ്യത്യാസം വരുന്നുണ്ട്. അതായത് 1,68,822 രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട് ഒരു മാനുവൽ ട്രാൻസ്മിഷനും ഒരു ATയും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ നമുക്ക് അതിനകത്ത് മനസ്സിലാവും ഒരു ടോർക്ക് കൺവേർട്ടർ ആണ് ഇതിനകത്ത് വരുന്ന. പാഡിൽ ഷിഫ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇനി അടുത്ത വേരിയന്റ്, അതായത് ഏറ്റവും ടോപ്പ് വേരിയന്റ് ആയിട്ടുള്ള V വേരിയന്റ്സിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. മെഷീൻഡ് അലോയ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഡ്യുവൽ ടോൺ റൂഫ് കിട്ടുന്നുണ്ട്. അത് സെലക്ടഡ് ആയിട്ടുള്ള കളേഴ്സിനാണ് നമുക്ക് ഡ്യുവൽ ടോൺ വരുന്നത്. UV കട്ട് ഗ്ലാസ് നമുക്ക് അവൈലബിൾ ആണ്. അതായത് അൾട്രാ വയലറ്റ് റേസ് കട്ട് ചെയ്യുന്ന ടൈപ്പ് ഗ്ലാസസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് വീൽ ആണ് ഇവിടെ കിട്ടുന്നത്. ഹെഡ് അപ്പ് ഡിസ്പ്ലേ അവൈലബിൾ ആണ്. 360 വ്യൂ ക്യാമറ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇൻസൈഡ് റിയർ വ്യൂ മിറർ വിത്ത് ഓട്ടോ ഡിമ്മിംഗ് ഫീച്ചർ അവൈലബിൾ ആണ്. 9 ഇഞ്ചിന്റെ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ക്രൂയിസ് കൺട്രോളും നമുക്ക് അവൈലബിൾ ആണ്. ഞാൻ കുറെ മെയിൻ ഫീച്ചേഴ്സ് മാത്രമാണ് ഞാൻ ഇപ്പൊ എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്തിരിക്കുന്നത്. ഈ V എന്ന് പറയുന്ന ഒരു വേരിയന്റ് പ്രൈസും കൂടെ നോക്കിയാലോ. 14,109 രൂപയാണ് ഒരു മാനുവൽ ട്രാൻസ്മിഷൻ സിംഗിൾ ടോണിന് വരുന്നത്. അതായത് ഡ്യുവൽ ടോൺ അല്ല, സിംഗിൾ ടോണിന് വരുന്നത്. ഇനി ഡ്യുവൽ ടോൺ ആണെങ്കിലോ 14,19,162 രൂപയാണ് ഒരു ഡ്യുവൽ ടോണിന് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി ഇതേ സ്ഥാനത്ത് ഒരു AT വേരിയന്റ് ആണെന്നുണ്ടെങ്കിൽ 15,68,982 രൂപയാണ് ഒരു AT ട്രാൻസ്മിഷന് വരുന്നത്. 15,87,985 രൂപയാണ് ഒരു ഡ്യുവൽ ടോൺ AT വേരിയന്റ് വരുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വേരിയന്റ് എടുക്കണമെന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് നോക്കിയെടുത്തോളം വലിയ കുഴപ്പമില്ലെന്ന് തോന്നി. S+ കുഴപ്പമില്ല. പക്ഷേ ഒരു G വേരിയന്റിലോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ടെർബോ പെട്രോൾ ആയിരിക്കും കിട്ടുന്നത്. 1 ലിറ്റർ എഞ്ചിൻ അഥവാ 3 സിലിണ്ടർ എഞ്ചിൻ ആയിരിക്കും കിട്ടുന്നത്. എന്നാൽ ഇതിന്റെ മുമ്പിൽ ഞാൻ പറഞ്ഞ മോഡൽസ് എല്ലാം S+ വരെയുള്ള മോഡൽസ് എല്ലാം 1.2 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. അതായത് നാച്ചുറലി ആസ്പിറേറ്റഡ് 4 സിലിണ്ടർ എഞ്ചിനാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. അപ്പോൾ ശരിക്കും എൻ്റെ ഒരു കൺസേൺ വെച്ച് നോക്കുകയാണെങ്കിൽ S+ എടുക്കുന്നതായിരിക്കും നല്ലത് എന്ന് ഞാൻ സജസ്റ്റ് ചെയ്യും. ബാക്കി നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ ഈ ഒരു വാഹനം ഞാനൊരു V എന്ന് പറയുന്ന ഒരു വേരിയന്റ് ടെർബോ എഞ്ചിൻ ഓടിച്ച് നോക്കി
നോക്കിയിട്ട് എനിക്ക് കിട്ടിയൊരു പവർ എന്ന് പറഞ്ഞാൽ, കാരണം 148 ടോർക്കാണ് അതിൻ്റെ ഔട്ട് വരുന്നത്. അപ്പം ആ ഒരു ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ ടോർക്കൊന്നും അല്ല, നല്ല കിടുവാണ്, നല്ലൊരു പെർഫോമൻസ് കിട്ടുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട്, മെയിൻ്റെനൻസ് കുറച്ച് കൂടുതലാണ് വരുന്നത്, പ്രൈസ് റേഞ്ചിങ് അതിലും കൂടുതലാണ് വരുന്നത്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു എസ് വേരിയന്റ് അല്ലെങ്കിൽ സോറി ഒരു എസ് പ്ലസ് എടുക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ മാത്രം പേഴ്സണൽ സജഷനാണ്. നിങ്ങളുടെ അഭിപ്രായം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ടൊന്ന് രേഖപ്പെടുത്തിയേക്കുക.